എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചന്റെ. ഈ ഇന്റർവ്യൂവിനകത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ നിലപാടില്ലായ്മ വ്യക്തമായി കാണിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണിത്. ഈ ഇന്റർവ്യൂവിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ആദ്യത്തെ ഭാഗത്തിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു തമാശ പോലൊരു സാധനം. രണ്ടാമത്തെ ഭാഗത്തിനകത്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, സമയം ഉണ്ടെങ്കിൽ മാത്രം മെനക്കിടുക. ഇതിനകത്ത് വലിയ തേങ്ങയൊന്നുമില്ല. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവർ പുതിയ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് സ്ഥിരം പറയുന്ന പോലെ തന്നെ വായി വന്ന അപരാധങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കുറച്ച് അപരാധങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ മീഡിയ അറ്റൻഷൻ കുറച്ച് അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ട. എനിക്കോട് ചോദിക്കുന്നതിന് എനിക്കൊരു മറുപടി ഉണ്ടാകും. പിന്നെ മീഡിയാസിന് മുന്നിൽ സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരായി ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പോലും എന്റെ വായിൽ നിന്ന് എന്താണ് വീണത്, എന്റെ കാര്യങ്ങൾ അറിയണം. ഓഫ് കോഴ്സ്. പിന്നെ അതറിയണം, നിങ്ങളുടെ വായിന്ന് എഴുതുന്നത് എന്താണെന്നറിയണം. നിങ്ങൾ എന്തെങ്കിലും തോന്നിയ ദിവസം പറയുന്നത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾ പറയുന്ന എല്ലാം വിവാദമാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികളുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ നമ്മുടേതായ മാത്രം ശരികളല്ല, ചുറ്റുമുള്ള എല്ലാത്തിനെയും ശരികൾ നമ്മൾ നോക്കണം. ഇപ്പൊ എനിക്ക് ഒരുത്തന്നെ ഇഷ്ടമല്ല, എനിക്ക് അവനെ അങ്ങ് കുത്തി കൊല്ലണം, അതാണ് എൻ്റെ ശരി. ഞാൻ പോയി കുത്തി അങ്ങ് കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ശരിയാണോ ശരിക്കുള്ള ശരി? അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ശരികൾ പ്രകാരം മാത്രമല്ല, നിങ്ങളെ സഹായിച്ച് എല്ലാവരും ദ്രോഹിക്കുന്നു, എല്ലാവർക്കും എതിരായ അപരാധം പറയുന്നു. ഇവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്തെങ്കിലും ഓരോന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പിലാണ് ഇവരിന്ന് സംസാരിക്കുന്നത്. ബാക്കിയാണോ? ഇല്ല, എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് തെറ്റായിട്ട് തോന്നി. അത് ഞാൻ കാര്യം മനസ്സിലായല്ലോ. അലൻ ജോസ് പെരേര അവിടെ വന്നിരുന്ന് ഡാൻസ് കളിച്ച വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് ആ ഡാൻസ് കളിച്ചത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, ഞാൻ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അത് തെറ്റായിരുന്നു. പക്ഷെ പുറകെ എന്നിട്ട് അലൻ ജോസ് സൂപ്പർ, എന്റെ സുധിച്ചേട്ടന്റെ 2ാം ജന്മവർഷത്തിൽ ഇവിടെ വന്നിരുന്ന് കോപ്രായം തുള്ളിയ അലൻ ജോസിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് തെറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവരുടെ ബോധമില്ലായ്മ മനസ്സിലാക്കിക്കോണം രേണു ഫാൻസ് അസോസിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആളുകളെ. തെറ്റ് എന്ത് വന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. പക്ഷെ രേണുവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ രേണുവിന്റെ പ്രസൻസിൽ റോങ് ആയിട്ട് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ എനിക്കത് റോങ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല. അലിൻ ജോസ് അത് പോവാണ്. പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അലിനെ ഒരു ഡാൻസ് കളിച്ചറ എന്ന് പറഞ്ഞത് അത് എന്റെ തെറ്റാണ്. അത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സമ്മതിച്ചു ഞാൻ. പക്ഷെ അത് മീഡിയ എന്നാണ് ഒരാൾ, മീഡിയ ആ ഭാഗത്ത് നിന്ന് ആരാണെന്ന് എനിക്ക് മീഡിയ ആരാണ്ട് ചോദിച്ചു. ഇപ്പൊ എന്തുണ്ടെങ്കിലും മീഡിയയുടെ തലക്കാണല്ലോ. ചോർച്ചുണ്ടോന്ന് മീഡിയ ചോദിച്ചു. അലനോട് ഡാൻസ് കളിക്കാൻ മീഡിയ പറഞ്ഞു. എല്ലാം മീഡിയയോടാ. അത് അലൻ ചെയ്തത് തെറ്റാന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവര് പറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ഇവര് ചെയ്തെങ്കിലോ മാത്രമേ അത് തെറ്റാവത്തുള്ളൂ. അലൻ അവിടെ നിന്ന് ചെയ്തു, എന്താണ് അവർ ഡാൻസ് കളിച്ചു, ഞാൻ കൈകൊട്ടി ഇതാക്കി. നമ്മുടെ സമൂഹത്തിൽ എവിടെ വെച്ച് എങ്ങനെ പെരുമാറണം, എവിടെ വെച്ച് എങ്ങനെ നമ്മൾ സംസാരിക്കണം, എവിടെ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം നമുക്ക് വേണം. ആ ബോധം ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കണക്കിന് നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കുമോ? അല്ലെങ്കിൽ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് നിങ്ങൾ കുത്തിരുന്ന് കരയുമോ? നിങ്ങൾക്കൊരു വിവരമില്ല, പോട്ട്, ബോധമില്ല, അത് പോട്ട്. കുറച്ച് ഒന്ന് ചിന്തിച്ചു, തലച്ചോറും ഇല്ലല്ലയോ? എനിക്കറിയത്തില്ലായിരുന്നു. ബാക്കി പറ. ബായിടും. നമുക്ക് ഓരോരുത്തർ ശീലം. ഇപ്പൊ സ്കൂളിൽ വിട്ടു വന്നാൽ നമ്മൾ തിന്നാലോട്ടാ ബാഗ് ഇട്ടിട്ട് തുറന്നിട്ട് അവിടെ അങ്ങ് വെച്ചിട്ട് മാറും. അല്ലാതെ അത് മാത്രം അടുക്കി വെച്ചതല്ല. കാര്യം മനസ്സിലായല്ലോ. ട്രോഫി സുധിച്ചേട്ടന് കിട്ടിയ ട്രോഫി ചാക്കി കെട്ടി മണ്ണി തത്ത, അല്ലെ കട്ടിലിനടി തത്തു. ഇവരുടെ ട്രോഫി വളരെ വ്യക്തമായി അടുക്കിപ്പറക്കി വെച്ചു. അത് അടുക്കിപ്പറക്കിയതല്ലത്. വരുമ്പോ ബാഗിൽ നിന്ന് എടുത്ത് ഇതോ അങ്ങോട്ട് വെക്കുന്നു, സ്കൂളിൽ നിന്ന് വരുമ്പോ വെക്കുന്ന പോലെ അടുക്കിപ്പറക്കിയതല്ലത്. ബാക്കി പറ. അപ്പോ ഈ ഇളയ കുട്ടി എന്ന് പറയുന്ന ഇത് നശിപ്പിക്കില്ല, ആ ട്രോഫി എടുക്കില്ല. അത് നശിപ്പിച്ചാലും വിഷയമല്ലല്ലോ, എനിക്ക് വിഷയമല്ല. കാരണം സുധിച്ചേട്ടൻ അങ്ങനെയല്ല. ഇവർക്ക് കിട്ടിയ ട്രോഫി ഇളയ വെച്ച് നശിപ്പിച്ചാലും വിഷയമില്ല, സാറുമില്ല. സുധിച്ചേട്ടൻ്റെ ആണല്ലോ പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. ഇവരെ വിളിച്ചിട്ട് ഇവരെ അഭിനന്ദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു ട്രോഫി കൊടുക്കുന്നു. അപ്പോൾ ഇവർക്കൊരു സ്ഥാപനം അവരുടേതായ എഫേർട്ട് ഇട്ട് അവരുടേതായ ഫ്ലെക്സ് വെച്ച് ഇവർക്കൊരു മൂല്യം കൽപ്പിച്ച് ഇവരെ വിളിച്ച് ഇവർക്കൊരു ട്രോഫി കൊടുക്കുന്നു. പൊട്ടിക്കിട്ട് അത് പൊട്ടിച്ചപ്പോൾ എന്താ, എനിക്ക് കിട്ടിയതില്ല, പൊട്ടിക്കിട്ട്. അതാണ് സെറ്റപ്പ്. ഇവർക്ക് അവാർഡ് കൊടുത്തവന്മാരെ മടൽ വെട്ടിയടിക്കണം ആദ്യം. ഇവർക്കൊക്കെ അവാർഡ് കൊടുത്തേക്കുന്നത് ഇതിൽ എന്തുണ്ടാക്കിയിട്ട് ഇവർക്ക് അവാർഡ് കൊടുത്തേക്കുന്നത്? ഇൻഫ്ലുവൻസേഴ്സിന്റെ അവാർഡൊക്കെ കൊടുത്തേക്കുന്നവർക്ക്. ബെസ്റ്റ് കപ്പിള്, നിങ്ങൾ കൊടുത്ത അവാർഡിന്റെ മൂല്യം കണ്ടല്ലോ. പൊട്ടിക്കിട്ട് മോന് കളിക്കും കളിപ്പാട്ടം, നിങ്ങൾ കൊടുത്ത അവാർഡ്. നിങ്ങൾ എന്തോരം ആഗ്രഹിച്ചുണ്ടാക്കിയ അവാർഡായിരിക്കും അത്. ഏട്ടൻ മരിക്കുന്നതിന് 2-3 ആഴ്ചക്ക് മുന്നേ ഏട്ടന് വിഷമായി. ഞാൻ വന്ന് സുചേട്ടൻ വിഷമിക്കണം, നമുക്ക് അടുത്ത പൈസ. ഇതെന്നെ പറയുന്നതെന്നറിയോ? അതായത് കൊല്ലം സുധിയുടെ അക്കൗണ്ടിലേക്ക് കുറെ പണം വന്നിട്ടുണ്ട്. ഈ പണം വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. എങ്ങനെ പണം വന്നു, എന്തിനാ പണം വന്നു, ആ പണം എങ്ങനെ വിനിയോഗിച്ചു. ഒരുപാട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെ വിനിയോഗിച്ചു? ഇങ്ങനെ വിനിയോഗിച്ചു കേട്ടോ.
രണ്ടുപേർക്കും വിഷമമാണ്, കിച്ചുവിനും വിഷമം. അപ്പം ഇതുവരെ കേൾപ്പിക്കാത്തൊരു വോയിസ് സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കിച്ചു എന്നെ കേൾപ്പിക്കുക, അമ്മ അച്ഛൻ്റെ വോയിസ് കിട്ടും, ഞാൻ കേട്ടപ്പറ്റുന്നു മക്കളെ അച്ഛൻ അടുത്ത 2-ാം തീയതി സാലറി കിട്ടുമ്പോൾ എൻ്റെ മോന് ബൈക്ക് മേടിച്ച് തരാം, എങ്ങനെയും മേടിച്ച് തരാം. ഇതെനിക്ക് തകർന്നു പോയി, കാരണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണം, അവന്റെ ഫോണിൽ കേൾക്കണം. ഞാൻ കിച്ചു വേഗം വാ. അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവര് ഒരു ഫ്രണ്ടിന് രണ്ടും നോക്കി ഒരു 69 രൂപ ആയിരുന്നു ബൈക്കിന്, സെക്കൻഡ് ബൈക്ക്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ ബൈക്ക്, മഞ്ഞ കളർ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, ബൈക്കിന്റെ പേരൊന്നും അറിയില്ല. ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്തു, ബാക്കി പൈസ എന്താണെന്ന് അറിയത്തില്ല, ചെലവ് കാര്യങ്ങൾ. അല്ലാതെ അതിനകത്തൊന്നും 1 രൂപ എടുത്ത് രേണുസുതി പൂഴ്ത്തി വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മകന് തന്നെ മക്കൾക്ക് തന്നെ കൊടുത്തു. 60,000 രൂപയുടെ ബൈക്ക്, ഇവന്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കിച്ചുവിന്. ആ ബൈക്ക് പോയപ്പോൾ അതീവ വിഷമമായപ്പോൾ അതുപോലൊരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹം വന്നു. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കേൾപ്പിച്ചു. 65,000 രൂപ 75,000 രൂപ വന്നു. സ്പോട്ടി മേടിക്കുക, ബൈക്ക് മേടിക്കുക. ഇത് നിങ്ങൾ ഈ സീൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? പുഷ്പ എന്ന് പറയുന്നൊരു പടമുണ്ട്. പുഷ്പയ്ക്കകത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് കാറിലാണെങ്കിലും അതേപോലത്തെ കാറിനെ ഞാൻ തിരിച്ചു പോകും. ഈ ഒരു അഹങ്കാരം അപ്പം അവർ അന്നേ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു, ഇവർക്ക് നിൽക്കാൻ പോലും വീടില്ല, സാമ്പത്തികമില്ല. നിന്നൊന്ന് ബൈക്ക് മേടിക്കണം, അതിന്റെ പൈസ ഞാൻ എടുത്തിട്ടുള്ള. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരട്ടെ. ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. സുധിച്ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരുന്നു. ആ പൈസ നിങ്ങൾക്ക് തോന്നിവാസത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ പണം അദ്ദേഹം മരിച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ആ അക്കൗണ്ടിൽ നിലവിലപ്പോൾ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് ആ അക്കൗണ്ടിൽ ആരെയാണോ നോമിനി വെച്ചിരിക്കുന്നത് അവരാണ് ആ പണത്തിന്റെ അവകാശി. അവർക്കതെടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെലവഴിക്കാം. അല്ലാതെ സുധിച്ചേട്ടൻ മരിച്ചു, ATM കൊണ്ട് പണം എടുത്തു, ചെക്ക് എഴുതിയെടുത്തു, മൊത്തം സ്പെൻഡ് ചെയ്തു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവരുടെ ഇൻഷുറൻസിന്റെ കാര്യത്തിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത്. ഇൻഷുറൻസ് അവരുടെ ലീഗൽ ഹയേഴ്സ് ആരൊക്കെ ഉണ്ടോ, അദ്ദേഹത്തിന്റെ ലീഗലായിട്ടുള്ള ഹയേഴ്സ്, അതായത് അദ്ദേഹത്തിന്റെ അമ്മ, അച്ഛൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കള്, ഇവർക്ക് ഇത്രയും പേർക്കാണ് ഈ ഇൻഷുറൻസ് തുകയിൽ അവകാശം കിട്ടുക. അല്ലാതെ എൻ്റെ ഭാര്യയുടെ മരിച്ചുപോയാളുടെ ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ അമ്മയ്ക്കും സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിന്റെ അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ്. ശരി ശരി. പൈസയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇളകുവാങ്ങ്. അവനെന്നെ കുറിച്ച് പൈസ ചോദിക്കാൻ, എന്റെ പൈസ, നിന്റെ പൈസ, നിനക്കേത് പൈസ? പൈസ ഇസ്ത പൈസ. അപ്പൊ കാശിനെ കുറിച്ച് പറഞ്ഞ് ഇളകും അങ്ങോട്ട്. 5 നയ പൈസ മുടക്കാൻ പറ്റത്തില്ല. വീടിന്റെ മതില് പൊളിഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചാല് പോലെ ഉണ്ടാക്കി വെള്ളം യോവിക്കൂടെ പുറത്തേക്ക് വിടുന്നു. മലപ്പുറത്തുനിന്ന് അവൻ വന്നിട്ട് വരട്ട് ഇത് ചാല് വെട്ടി വിടാൻ, എനിക്ക് പൈസ മുടക്കാൻ പറ്റത്തില്ല. ഫാൻ ഇളകി വീണു, അപ്പോൾ മലപ്പുറത്തുനിന്ന് വന്ന് ആണി അടിച്ച് നോക്കട്ടെ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ 10 രൂപയുടെ ആണി മേടിക്കണം, ചുറ്റിക മേടിക്കണം, അവിടെ സ്ക്രൂ ചെയ്യണം. ചിലവാണ്. പണം മുടക്കാൻ പറ്റത്തില്ല. പൈസയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ആള് ഈ കൊല്ലം സുധിയെ ഒരുപാട് സഹായിച്ച ഒരാളാണ്. ഇവർക്ക് ഈ വീട് കിട്ടുന്ന സമയത്ത് ഇതിനെല്ലാം ഇടനില നിന്നത് ഇവരെ വളരെയധികം സഹായിച്ചൊരു വ്യക്തിയാണ് ഈ താജ് പത്തനംതിട്ട. കാര്യം കഴിഞ്ഞപ്പോ ഏത് താജ് പത്തനംതിട്ട? അവനാരാ ഇൻഷുറൻസിന്റെ കാര്യം പറയാൻ? അവനെന്താ അവകാശം ഇത്? അവനെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? ഇവരെ ഇനിയും സഹായിക്കുന്നവരും തല വെച്ച് ആടുന്നവരും നിങ്ങളെ ആട്ടി തുപ്പുവരും. നിങ്ങൾ നോക്കി വെച്ചു. എമൗണ്ട്, ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു? ഇയാളാരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അത് ഒഫീഷ്യലി ഉത്തരം പറയേണ്ടത് നമ്മളല്ല കേട്ടോ. അത് ഉത്തരം പറയേണ്ട ആള് വേറെയാ. ആണോന്നുള്ള കേസായി. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഒന്ന് പറഞ്ഞ് രണ്ടിന്? അവനാരും എന്റെ തന്തയോ, ഇവനാരും എന്റെ തന്തയോ, അവനാരും എന്റെ തന്തയോ? ശരിക്കും നിങ്ങൾ തന്തേനെ നിങ്ങൾ വിലയില്ലാതാക്കല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേസ് കൊടുക്കും. ഇവര് വായി തോന്നിയ ദിവസം എല്ലാ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്റെ തന്തയെ പറയും, നീ എന്റെ തന്തയെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. ശരിയല്ലേ? ആണ് അല്ലല്ലോ. താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ തന്നത്? ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടി? ഇൻഷുറൻസ് ക്ലെയിം കിട്ടി എന്ന് അദ്ദേഹം എവിടെയും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല സുഹൃത്തെ. ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് അത് വീതം വെക്കേണ്ടതെന്നാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നെ തന്തയാണോ? തന്നെ എന്തിനാ ഇതൊക്കെ ഞങ്ങൾ ബോധിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ പല വിഷമഘട്ടത്തിലും കൂടെ വന്ന ഒരാളാണ് അയാളെ ബോധിപ്പിക്കണമെന്നൊന്നുമല്ല. പക്ഷെ അങ്ങേർക്ക് കൊടുക്കേണ്ട ബഹുമാനവും റെസ്പെക്റ്റും കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം. കാര്യം പാലം കടക്കോളും എണ കടന്നപ്പോ അതാണ് രണ സുന. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തു. 2ാം പാർട്ടിയോട് ഞാൻ ഉടനെ വരും. അപ്പോൾ ബൈ.